ഇനി ആരെങ്കിലും എത്തിയിട്ടുണ്ടെങ്കിൽ പേര് പറഞ്ഞ് വിളിക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ചടങ്ങിലെ സ്വാഗത ആശംസിക്കുന്ന ചടങ്ങ് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്തതായി ചടങ്ങിന് ആശംസ നേരുന്നതിനായി ശ്രീമതി ജസീന്ത മോറിസിനെ ക്ഷണിക്കുന്നു. കവയിത്രിയാണ്, മോഡലാണ്, അഭിനേത്രിയാണ്, സാഹിത്യ പ്രവർത്തകയാണ്, സാമൂഹ്യ പ്രവർത്തകയാണ്. അങ്ങനെ നിരവധി മേഖലകളിൽ തിളങ്ങുന്ന വ്യക്തിത്വമാണ് ജസീന്ത മോറിസ്. എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും വളരെ സന്തോഷത്തിലാണല്ലേ? എനിക്കും സന്തോഷം തന്നെയാണ്. ഒന്നാമത് ഇത്രയും ധന്യമുഹൂർത്തത്തിൽ എനിക്ക് 2-3 നിമിഷം സംസാരിക്കാൻ അവസരം ലഭിച്ചത്. ഏജീസ് ഓഫീസിൽ 37 വർഷത്തെ സർവീസിൻ്റെ ഇടയിൽ 10-20 പുസ്തകങ്ങൾ എഴുതുകയും കുറേ ഷോർട്ട് ഫിലിംസും ആൽബംസും ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിലും ഇറങ്ങിയ ശേഷം സജീവമായിട്ട് ഒരു സംവിധായകയും നിർമ്മാതാവും ഒക്കെയായി അഭിനയിച്ച് നടക്കുമ്പോഴും എനിക്ക് ഒരു 5 വർഷം മുൻപേ ഭാരത് സേവക് സമാജ് പുരസ്കാരം ലഭിച്ചത് എന്നും എൻ്റെ മനസ്സിൽ ആനന്ദത്തിൻ്റെ ഒരു ദിവസം തന്നെയായിരുന്നു. 100 അവാർഡുകളും 200-ലേറെ ആദരവുകളും വാരി കൂട്ടുമ്പോഴും ഈ BSSൻ്റെ അവാർഡിന് ഒരു പ്രത്യേകത ഉള്ളതായിട്ട് തന്നെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പല മേഖലകളിൽ നിറസാന്നിധ്യവും അറിയപ്പെടുന്നവരും അറിയാത്തവരെയും കണ്ടുപിടിച്ച് ഇത്തരത്തിലുള്ള ഒരു പുരസ്കാരം ലഭിക്കാനായിട്ട് വഴിയൊരുക്കാനായിട്ട് ഞാൻ ഈ കഴിഞ്ഞ 5 വർഷമായിട്ട് ചെയ്തു വരുന്നു. മൂർഖൻ പാമ്പുകളെ പിടിക്കുന്ന രോഷിനി മുതൽ ആരും അറിയാതെ പോകുന്ന, നമ്മളൊരു ഭാഷയിൽ എഴുതിയാൽ അത് ഇനിയൊരു ഭാഷയിലാക്കി കാണണമെന്ന് ആഗ്രഹിക്കുമ്പോൾ ഒരു ട്രാൻസ്ലേറ്റ്, അത്തരത്തിലുള്ള ട്രാൻസ്ലേറ്റേഴ്സ്, അതുപോലെ തന്നെ എല്ലാവരും മുഖത്ത് ചായം തേച്ച് നല്ല അടിപൊളിയാക്കി അഭിനയിക്കാനായിട്ട് വിടുമ്പം അത് മേക്കപ്പ് ചെയ്യുന്ന ആർട്ടിസ്റ്റുകൾ, മോഡൽസ്, മറ്റുള്ള ഓരോരോടത്തും വളരെ ആർഭാടമായി നടത്തുന്ന പ്രോഗ്രാം, ഈ മോഡൽസിന് ഒരു അംഗീകാരം കിട്ടാറില്ല. അത്തരത്തിലുള്ള ആൾക്കാർ, അതുപോലെ തന്നെ മക്കൾ അംഗവൈകല്യത്തോടു കൂടിയോ മൂകരായിട്ടോ ഒക്കെ ജനിക്കുമ്പോൾ ഭർത്താവ് ഉപേക്ഷിക്കപ്പെട്ട ഭാര്യ ആ മക്കളെ പഠിപ്പിക്കാൻ വേണ്ടി സൈൻ ലാംഗ്വേജ് പഠിക്കുകയും മറ്റുള്ളവർക്ക് ആ സൈൻ ലാംഗ്വേജിലൂടെ പഠിപ്പിച്ച് അവരെയൊക്കെ അത്തരത്തിലുള്ള ആ കുട്ടികളെ ഉദ്യോഗസ്ഥരാക്കുന്നതിനൊക്കെ ശ്രമിക്കുന്ന രീതിയിലുള്ള വ്യക്തികളെയും ഒക്കെ തന്നെ എനിക്കിവിടെ കൊണ്ടുവന്ന് ഈ മഹനീയമായ മഹത്വമേറിയ അവാർഡിന് അർഹതയാക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇന്നും എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. നമ്മുടെ സ്വന്തം ജീവനേക്കാൾ വലുത് മറ്റൊന്നുമില്ലല്ലോ. എല്ലാവരും അവരവരുടെ ജീവനും അവരുടെ കാര്യങ്ങൾ നോക്കിയിട്ടല്ലേ മറ്റുള്ളവരുടെ കാര്യം നോക്കുള്ളൂ. അപ്പോൾ ഞാൻ താമസിക്കുന്നത് ഇപ്പോൾ പേയാടാണ്. അവിടെ എപ്പോഴും കരമന ആറിൽ, നിങ്ങളെല്ലാം പത്രത്തിൽ വായിക്കാറുണ്ടല്ലോ, കരമന ആറിൽ ശരിക്കും ചിലർ എൻജോയ് ചെയ്യാൻ വരുന്നതാണ്, ചിലർ എപ്പോഴും നീന്താൻ വരുന്നവരാണ്. പക്ഷേ ചിലപ്പോൾ നിർഭാഗ്യവശാൽ ചുഴിയിൽ പെട്ടു പോകുന്നു. അത്തരത്തിലുള്ള സാഹചര്യത്തിൽ എല്ലാവരും പകച്ചു നോക്കി നിൽക്കുമ്പോൾ ഒന്നും ചെയ്യാൻ വയ്യാതെ നീന്താൻ അറിഞ്ഞുകൂടാത്തവരും നീന്തൽ അറിഞ്ഞാലും സ്വന്തം ജീവൻ കളഞ്ഞ് എങ്ങനെ അതിനകത്ത് ചാടുക എന്നൊക്കെ വിചാരിക്കുന്നതിൻ്റെ ഇടയിലും എൻ്റെ ഒരു സുഹൃത്ത്, പെയ്യാടിലുള്ള സുഹൃത്ത്, ഇപ്പം ഇന്ന് നമ്മളിവിടെ പ്രൊഫൈൽ വായിച്ചിട്ടുണ്ട്, രതീഷ്, ഒരുപാട് തവണ സ്വന്തം ജീവൻ മറന്ന് രക്ഷപ്പെടുത്താനായിട്ടിരിക്കും. ഇത്തവണ ഞാനിപ്പോൾ പേയാട് താമസമാക്കി 10-15 വർഷമായി. ഞാനവിടെ പലരെയും ഇങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ എവിടെയൊക്കെ താമസിച്ചാലും എവിടെയൊക്കെ ജോലി ചെയ്താലും എന്തായാലും നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി എന്ത് ചെയ്യാൻ നോക്കുന്നവർ എനിക്കിപ്പോൾ സന്തോഷമുണ്ട്. രതീഷിനെ ഇതുപോലെ ലൈഫ് പണയപ്പെടുത്തി മറ്റുള്ളവരെ രക്ഷിക്കാമെന്ന് പേഴ്സണെ എനിക്ക് ഇന്ന് ഈ അവാർഡിന് വേണ്ടി കൊണ്ടുവരാനായിട്ട് സാധിച്ചത്. അങ്ങനെ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും നല്ല കഴിവ് തന്നെ. ഇവിടെ മാത്രമേ ഉള്ളൂ അവാർഡ് സ്വീകരിക്കാൻ വരുന്നവർക്കാണ് പ്രാധാന്യം. എന്നെയൊക്കെ നിങ്ങൾ ഇപ്പോഴല്ലേ കാണും, ഞാൻ പുറകെ ഇരിക്കുകയായിരുന്നു. കാര്യം നിങ്ങൾക്കാണ് മുൻപിലുള്ള സീറ്റ്. മറ്റുള്ളിടത്തൊക്കെ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വരുന്നവർക്കും പിന്നെ ആശംസ അർപ്പിക്കാൻ വരുന്നവർക്കൊക്കെയാണ് പ്രാധാന്യം. അവരെ നോക്കിയിട്ടാണ് നിങ്ങളിരിക്കുന്നത്. ഇതിപ്പോൾ അങ്ങനെയല്ല. BSS നടത്തുന്ന ആൾ, ചെയർമാൻ തന്നെയാണ് നിങ്ങൾക്ക് അവാർഡ് തരാൻ പോകുന്നത്. ഇവർക്ക് പ്രാധാന്യം കൊടുക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് പ്രാധാന്യം. ഞങ്ങളൊക്കെ ഒന്നുമല്ല. ഇപ്പോൾ വന്ന ആൾക്കാരൊക്കെ നിങ്ങളുടെ കൂടെ വന്നവരൊക്കെ പുറകെ ഇരിക്കുകയല്ലേ. അവിടെ നിങ്ങൾക്കാണോ പ്രാധാന്യം? ആദ്യം നിങ്ങളെ പരിചയപ്പെടുത്തി നിങ്ങളുടെ മനോഹരമായ പ്രൊഫൈൽ വായിച്ചു, ഞങ്ങൾ അതേക്കുറിച്ചൊക്കെ അറിഞ്ഞു, എല്ലാവരെയും കണ്ടു. ഇവിടെ ഇന്ന് ഇരിക്കുന്ന ആൾക്കാർ ഇന്ന് പരസ്പരം പലരും കണക്റ്റഡ് ആവും. പല രീതിയിലുള്ള ഉപകാരം അങ്ങോട്ടും ഇങ്ങോട്ടും ലഭിക്കുന്ന രീതിയിലാണ് ഈ പരിപാടി നടത്തുന്നത്. അതുകൊണ്ട് ഇത്ര നല്ല പരിപാടിയിൽ എനിക്ക് നിങ്ങളുടെ മുൻപിൽ നിൽക്കാനായിട്ടും ശരിക്കും ഇനിയും കൂടുതൽ ഇത്തരത്തിലുള്ള പരിപാടികൾ പങ്കെടുക്കാൻ മാത്രമല്ല, ഇത്തരത്തിലുള്ള ആൾക്കാരെ കാണാനും അഭിനന്ദിക്കാനും എനിക്ക് ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്കെല്ലാം ആശംസിക്കുന്നു. താങ്ക് യു. അടുത്തതായി ശ്രീ ആസാദ് ആശീർവാദ്, കവി, സാഹിത്യകാരൻ, സാംസ്കാരിക പ്രവർത്തകൻ, ചവറ ഫ്രണ്ട്സ് തരംഗത്തിൻ്റെ പ്രസിഡന്റ്. ഇദ്ദേഹത്തെ സ്വാഗതം ചെയ്യും. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, അതുപോലെ നമ്മുടെ എല്ലാം
പ്രിയങ്കരായ ജിയ ശ്രീകുമാർ മാഡം, അതുപോലെ തന്നെ മഞ്ജു ശ്രീകല മാഡം, പിന്നെ ഇവിടെ ഇന്ന് സന്നിഹിതരായിരിക്കുന്ന അവാർഡ് ജേതാക്കളെ, അവരോടൊപ്പം എത്തിയ സുഹൃത്തുക്കളും രക്ഷിതാക്കളും, അവർക്കെല്ലാം ആദ്യമായിട്ട് ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് 2 വാക്ക് മാത്രം സംസാരിക്കുകയാണ്. ഞാനും വർഷങ്ങൾക്ക് മുമ്പേ നിങ്ങളെപ്പോലെ ഒരു അവാർഡ് ജേതാവാണ്. ഈ അവാർഡ് വാങ്ങിയതുകൊണ്ട് മാത്രം നമ്മളുടെ ജോലി ഇവിടെ അവസാനിക്കുന്നില്ല. അവാർഡ് നിങ്ങൾക്ക് നൽകുന്നത് വീണ്ടും വീണ്ടും ഇതുപോലുള്ള രാഷ്ട്രസേവനം നടത്താൻ വേണ്ടി ഒരു ഇൻസ്പിറേഷനാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ മുതൽ യഥാർത്ഥത്തിൽ നിങ്ങളുടെ രാഷ്ട്ര സേവനം തുടങ്ങുകയാണ്. വ്യത്യസ്ത മേഖലകളിൽ പ്രവർത്തിക്കുന്ന ഒട്ടനവധി പേർക്കാണ് എല്ലാ മാസവും 12-ാം തീയതി ഇവിടെ അവാർഡ് നൽകുന്നത്. 12-ാം തീയതി അവധിയാണെങ്കിൽ തുടർന്നുള്ള വർക്കിംഗ് ഡേയിലാണ് നടത്തുന്നത്. 12-ാം തീയതി കഴിഞ്ഞ ദിവസം അവധിയായതുകൊണ്ടാണ് ഇതുപോലെ ഇപ്പോഴും നൽകുന്നത്. അതുപോലെ തന്നെ നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ ശ്രീ ബാലേന്ദ്രൻ സാറ് ഭാരത് സേവക് സമാജിൻ്റെ മാത്രം ചെയർമാനല്ല, അദ്ദേഹം RN പണിക്കർ സാറിൻ്റെ ഫൗണ്ടേഷനുണ്ട്, അതിൻ്റെ ചെയർമാനാണ്, കാൻഫെഡിൻ്റെ ചെയർമാനാണ്. കഴിഞ്ഞ ആഴ്ചയിൽ കവടിയാർ വെച്ച് ഒരു ഹോട്ടലിൽ വെച്ച് തന്നെ ഓഡിറ്റോറിയത്തിൽ വെച്ച് ഈ കാൻഫെഡിൻ്റെ 49-ാം വാർഷികം ആഘോഷിച്ചു. അന്ന് നമ്മുടെ പണിക്കർ സാറിൻ്റെ പ്രിയ പുത്രൻ ബാലേന്ദ്രൻ സാറും തുടങ്ങി നമ്മുടെ രാഷ്ട്രീയത്തിലൊക്കെ കത്തിജ്വലിച്ച് നിൽക്കുന്ന MM ഹസൻ സാറും ഒക്കെ പങ്കെടുത്തിരുന്നു. അദ്ദേഹമായിരുന്നു അന്ന് ഉദ്ഘാടനം നടത്തിയിരുന്നത്. അപ്പം ഈ പറഞ്ഞ ഓരോ വ്യത്യസ്ത മേഖലകളിൽ പ്രമുഖരായ വ്യക്തികൾക്കാണ് നമ്മൾ ഈ ആദരവ് നൽകുന്നത്. അതുകൊണ്ട് തന്നെ ഇത് വളരെ വിശിഷ്ടമായ ഒരു ആദരവായിട്ട് നമുക്ക് കാണാം. ചെറുതും വലുതുമായ ഒട്ടനവധി ആദരവുകൾ പലപ്പോഴും നിങ്ങൾ കരസ്ഥമാക്കിയിരിക്കും. എന്നാൽ ഇങ്ങനെയൊരു ദേശീയ അവാർഡ് ലഭ്യമാകുന്നത് ഒരുപക്ഷെ നിങ്ങൾക്ക് ആദ്യമായിരിക്കാം. അപ്പം അതിൽ നിങ്ങളെല്ലാം തന്നെ അഭിമാനം കൊള്ളാവുന്നതാണ്. അതോടൊപ്പം തന്നെ പ്രത്യേകിച്ചും ബാലേന്ദ്രൻ സാറിൻ്റെ കയ്യിൽ നിന്ന് ഈ ആദരവ് വാങ്ങുമ്പോൾ നിങ്ങൾക്ക് തികച്ചും സന്തോഷിക്കാവുന്ന കാര്യമാണ് ഉണ്ടാകുന്നത്. അപ്പം അദ്ദേഹം നമുക്ക് വളരെ വർഷങ്ങൾക്ക് മുമ്പേ അറിയാവുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞാൽ ഒട്ടനവധി കാര്യങ്ങൾ പറയാനുണ്ട്. അതുകൊണ്ട് പിന്നെ കൂടുതലായിട്ടൊന്നും ഞാൻ പറയുന്നില്ല. ഇവിടെ ഇപ്പോൾ ആദരവ് ഏറ്റുവാങ്ങാനിരിക്കുന്ന സന്നിഹിതരായി ഇവിടെ എത്തിയിട്ടുള്ള എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. അടുത്തായി ശ്രീ ഗോപകുമാർ B, റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥനും നാടക സീരിയൽ നടനുമാണ്. സ്വാഗതം ചെയ്തു. ബഹുമാനപ്പെട്ട BSSൻ്റെ ചെയർമാൻ ഡോക്ടർ ശ്രീ ബാലേന്ദ്ര സാർ, അഡ്മിൻ ഡയറക്ടർ മഞ്ജു ശ്രീകണ്ഠൻ, ജോയിൻറ്റ് ഡയറക്ടർ സിന്ധു മധു, മറ്റു ജോയിൻറ്റ് ഡയറക്ടേഴ്സ്, ഈ സ്ഥാപനത്തിലെ മറ്റു ഉദ്യോഗസ്ഥരെ, ഇവിടെ കാവൽ നിൽക്കുന്ന സെക്യൂരിറ്റി ഉദ്യോഗസ്ഥനെ, അതുപോലെ തന്നെ ഈ ഹാളിൽ നിറഞ്ഞു നിൽക്കുന്നവരെല്ലാവരെയും ഞാൻ മനസ്സുകൊണ്ട് കാണുന്നു. നന്ദി ആരോട് ഞാൻ ചൊല്ലേണ്ടു, നന്ദി ആരോട് ഞാൻ ചൊല്ലേണ്ടു. വാസ്തവം പറഞ്ഞാൽ ഇവിടെ വായിച്ചു കേട്ടിട്ടുള്ള ബയോഡേറ്റ എനിക്ക് മനസ്സിലാക്കിയിട്ടുള്ളത് ആരാണ് വലുത് ആരാണ് ചെറുത് എന്നെനിക്ക് മനസ്സിലാവുന്നില്ല. എല്ലാവരും ഒന്നുക്കൊന്ന് മിച്ചം ആയ ആൾക്കാർ തന്നെയാണ്. ഈ നിറഞ്ഞ സദസ്സിന് മുമ്പിൽ ഇതിനു മുമ്പേ ഞാൻ കണ്ടിട്ടുള്ളതാണ്. ഒരു പ്രാവശ്യം MP-യും 2 പ്രാവശ്യം MLA-മായിരുന്ന ശ്രീമതി സാവിത്രി ലക്ഷ്മണൻ ക്യൂ നിന്ന് ഇവിടെ നിന്ന് അവാർഡ് വാങ്ങിപ്പോയിട്ടുള്ളതാണ്. ഇന്ത്യയിൽ അറിയപ്പെടുന്ന കുഷ്ഠരോഗ വിദഗ്ധൻ ശ്രീ ഡോക്ടർ ജെയിംസ് സാർ ഇവിടെ നിന്ന് ലൈനപ്പ് ചെയ്ത്
അവാർഡ് വാങ്ങിപ്പോയിട്ടുള്ളതാണ്. അതുപോലെ എത്ര എത്ര മഹാന്മാർ, സാഹിത്യകാരന്മാർ, അഭിനേതാക്കൾ, ഡയറക്ടേഴ്സ്, അതുപോലെ എഞ്ചിനീയേഴ്സ്, ഡോക്ടേഴ്സ് എല്ലാം. പിന്നെ എനിക്കെന്ന് പറയാനുള്ളത്, ഇവിടെ വന്നിരിക്കുന്നതിൽ 10,000-ൽ പരം എപ്പിസോഡുകൾ പൂർത്തീകരിച്ച ശ്രീ അയ്യപ്പ സാർ ഈ വേദിയിലുണ്ട്. മുൻഷി അയ്യപ്പൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. നാം 6 മണിക്ക് ഏഷ്യാനെറ്റിൻ്റെ ന്യൂസ് നമ്മൾ ഓൺ ചെയ്ത് കാണുകയാണെങ്കിൽ ഒരു മഫ്ലെയർ ചുറ്റി അദ്ദേഹം വരും. ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഒരു കലാകാരൻ തന്നെയാണ് അദ്ദേഹം. ശ്രീ അയ്യപ്പ സാറിനെ ഞാൻ പ്രത്യേകം മനസ്സുകൊണ്ട് കാണുകയാണ്. ഞാൻ ഇവിടെ വെച്ചാണ് അദ്ദേഹത്തെ കണ്ടത്. അതുപോലെ തന്നെ ഈ കഴിഞ്ഞ അടുത്ത കാലത്തായിട്ട് ഒരു സ്ത്രീ, ഒരു മുസ്ലിം സ്ത്രീ, വർഷങ്ങൾക്ക് മുമ്പ് ഭർത്താവ് ഉപേക്ഷിച്ച് പോയ സ്ത്രീയാണ്. തൻ്റെ 3 പെൺമക്കൾ അന്ന് ആ സ്ത്രീക്ക് ഉണ്ടായിരുന്നു. ആരോ എവിടുന്നോ കിട്ടിയ ഒരു പശുവിനെ വളർത്തി. ആ പശു 2 വർഷം കഴിഞ്ഞപ്പം മറ്റൊരു പശുവായിട്ട് മാറി. പിന്നെ 4 പശുവായി. പിന്നെ കോഴി വളർത്തലായി. 3 പെൺമക്കളുടെ അമ്മയാണ്. പിന്നെ ചെറിയ ചെറിയ പടവുകളുടെ ഉയർച്ചയിലേക്ക് വന്നു. എന്നിട്ട് പിന്നെ അവർ ഈ സദസ്സിൽ നിന്ന് പറഞ്ഞാണ്, മൂത്ത മകൾ ഡോക്ടറാണ്, രണ്ടാമത്തെ മകൾ എഞ്ചിനീയറാണ്, മൂന്നാമത്തെ മകൾ മെഡിസിൻ പഠിക്കുന്നു, ആരോഗ്യ മേഖലയിൽ പഠിച്ചു വരികയാണ്. അപ്പം അങ്ങനെ എത്രയോ ആൾക്കാർ, എത്രയോ മഹാന്മാർ, എത്രയോ മഹതികൾ വന്ന് നിറഞ്ഞ സദസ്സാണ്. അവാർഡ് വാങ്ങി ഇദ്ദേഹത്തിൻ്റെ ഈ നന്മവരത്തിൻ്റെ കയ്യിൽ നിന്ന് അവാർഡ് വാങ്ങിപ്പോയിട്ടുള്ളതാണ്. എനിക്ക് കൂടുതലായിട്ടൊന്നും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങളുടെ സമയം വിലപ്പെട്ടതാണ്. ഈ പട്ടാളച്ചിട്ടയോടുകൂടി നിൽക്കുന്ന ഈ ട്രോഫികൾ കരസ്ഥമാക്കാൻ നിങ്ങളുടെ ആ ഒരു സമയത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും ഇതുപോലുള്ള അസുലഭ മുഹൂർത്തങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ജഗദീശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. സെക്കൻഡറി പഠനകാലത്ത് തന്നെ കൊല്ലം ജില്ലയിലെ ചാത്തന്നൂർ പഞ്ചായത്തിലെ ഇടനാട് എന്ന ഗ്രാമത്തിൽ ബ്രദേഴ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൻ്റെ ഭാരവാഹിത്വത്തിൽ നടന്ന ഓണപരിപാടിയിൽ സോളോ പ്രോഗ്രാം വയ്ക്കുകയും പിന്നീട് ഇതേ ഗ്രാമത്തിലെ അമ്പലത്തിലെ ഉത്സവ പരിപാടിയിൽ പ്രോഗ്രാം ചെയ്യാൻ ക്ഷേത്ര ഭാരവാഹികൾ അവസരം നൽകുകയും ചെയ്താണ് ഒരു പ്രൊഫഷനായി ഇതിനെ തിരഞ്ഞെടുക്കാൻ പ്രചോദനമായത്. ഇതേ കാലഘട്ടത്തിൽ തന്നെ തിരുവനന്തപുരം ജില്ലയിലെ ലീല റിസോർട്ടിലും മറ്റ് പല റിസോർട്ടുകളിലുമായി പുല്ലാങ്കുഴൽ കച്ചേരി ചെയ്യാൻ അവസരം ലഭിച്ചിട്ടുണ്ട്. കൂടാതെ നിരവധി ഭക്തിഗാന മേളകളിൽ ഓർക്കസ്ട്രയുടെ ഭാഗമായിട്ടുണ്ട്. തിരുവല്ലയിൽ ഡിപ്ലോമ ഇൻസ്ട്രുമെൻറ്റേഷൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആദ്യമായി ഒരു പ്രൊഫഷണൽ ഗാനമേളയുടെ ഭാഗമാകുന്നത്. യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം നേടിയ ഓണാട്ടുകരയുടെ ആഘോഷം എന്നറിയപ്പെടുന്ന ചെട്ടികുളങ്ങര ക്ഷേത്രാചാര കലയെ കുത്തിയോട്ട ചുവടും പാട്ടും എന്ന ആചാരകലയിലെ ഓർക്കസ്ട്രയുടെ ഭാഗമാകാൻ കഴിഞ്ഞ 5 വർഷങ്ങളായി നിരന്തരം സാധിക്കുന്നു. കുത്തിയോട്ടപ്പാട്ടിൻ്റെ നിരവധി വേദികൾ പങ്കിടാൻ ഇതിനോടകം അവസരം ലഭിച്ചിട്ടുണ്ട്. കല്യാണം, ജന്മദിനം, ഗൃഹപ്രവേശം തുടങ്ങിയ മംഗളകർമ്മങ്ങൾ നടത്തപ്പെടുന്ന പുല്ലാങ്കുഴൽ ഫ്യൂഷൻ മ്യൂസിക്കിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞ 6 വർഷങ്ങളായി അവസരം ലഭിച്ചു. കൂടാതെ പർപ്പിൾ പേൾ എന്ന പേരിൽ ഒരു മ്യൂസിക് ബാൻഡിന് സംരംഭം കുറിക്കാൻ സാധിച്ചു. കഴിഞ്ഞ 4 വർഷങ്ങളായി പർപ്പിൾ പേൾ എന്ന മ്യൂസിക് ബാൻഡ് വളരെ നല്ല മികവോടെ പ്രോഗ്രാമുകൾ അവതരിപ്പിച്ചു വരുന്നു. റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ ആൽബം, സോങ്സ്, നാടകഗാനങ്ങൾ, ഭക്തിഗാനങ്ങൾ തുടങ്ങിയ മഹത്തായ സംരംഭങ്ങളിൽ പുല്ലാങ്കുഴലിലൂടെ BGM വായിക്കാൻ സാധിച്ചിട്ടുണ്ട്. നാടകഗാനങ്ങളിലും ഭാഗമാകാൻ സാധിച്ചു. ഫ്ലവേഴ്സ് TV ചാനലിൽ ജനശ്രദ്ധ ആകർഷിച്ച കോമഡി ഉത്സവം എന്ന പരിപാടിയിൽ 58ാമത്തെ എപ്പിസോഡിൻ്റെ ഭാഗമാകാൻ സാധിച്ചു. പുല്ലാങ്കുഴൽ സോളോ പ്രോഗ്രാമുകൾ ചെയ്യുന്നതിൻ്റെ ഭാഗമായി സംഗീത നാടക അക്കാദമിയുടെ അവാർഡ്, കേരള മ്യൂസിക് ബേർഡ്സ് മ്യൂസിക് ഗ്രൂപ്പ്, നാദതരംഗിണി സംഗീത കൂട്ടായ്മ, പഴങ്ങാലം ഗവൺമെൻറ് ഹൈസ്കൂൾ, സംസ്കാര സാഹിതി ചാത്തന്നൂർ, അയ്യപ്പ സേവാ സമിതി മൈനാഗപ്പള്ളി തുടങ്ങിയ പ്രസ്ഥാനങ്ങളിൽ നിന്നും ആദരവ് ലഭിച്ചിട്ടുണ്ട്. കൂടാതെ ഡാൻസ് ഡ്രാമ ആർട്ടിസ്റ്റ് ആൻഡ് ടെക്നീഷ്യൻ അസോസിയേഷൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഡാറ്റയുടെ യുവപ്രതിഭ, കലാപ്രതിഭ മുതലായ ഇനങ്ങളിൽ 2 തവണ ആദരിക്കപ്പെട്ടിട്ടുണ്ട്. കോവിഡ് മഹാമാരി കാലത്ത് പുല്ലാങ്കുഴൽ പഠിപ്പിക്കാൻ വേണ്ടി തുടങ്ങിയ ഓൺലൈൻ ക്ലാസ് ഇന്നും സജീവമായി മുന്നോട്ട് പോകുന്നു. പുല്ലാങ്കുഴൽ പഠിക്കാനായി ഓൺലൈനായും നേരിട്ടുമായി ഏകദേശം 100ഓളം ശിഷ്യഗണങ്ങളുണ്ട്. കഴിഞ്ഞ 4 വർഷക്കാലമായി തിരുവനന്തപുരം ട്രാക്സ് എന്ന പ്രൊഫഷണൽ ഗാനമേളയിൽ പുല്ലാങ്കുഴൽ വാദകനായി തുടരുന്നു. വാദ്യസംഗീത മേഖലയിലെ മികവ് കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകാതിരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. അടുത്തതായി നിങ്ങളോട് സംസാരിക്കുന്നതിനും അതേപോലെ തന്നെ ഭാരത് സേവക് ഉപഹാരം കൈമാറുന്നതിനുമായി ഭാരത് സേവക് സമാജിൻ്റെ പ്രിയപ്പെട്ട ദേശീയ ചെയർമാൻ BS ബാലേന്ദ്ര സാറിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഭാരത് സേവക് സമാജത്തിൻ്റെ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു പരിപാടിയായിട്ടാണ് രാജ്യത്തെ ആദരണീയ വ്യക്തികളെ കണ്ടെത്തി അവർക്ക് ഭാരത് സേവക് ദേശീയ ബഹുമതി നൽകി ആദരിക്കുന്ന ഈ പ്രവർത്തനം സമൂഹത്തിൻ്റെ വിവിധ തലങ്ങളിൽ പ്രവർത്തിക്കുന്ന ആളുകളാണ് ഒന്നിച്ച് ചേരുന്നത്.
ഇതുപോലെ വ്യത്യസ്തരായ മേഖലകളിലെ വ്യത്യസ്തമായി പ്രവർത്തന പരിപാടിയിൽ പങ്കെടുക്കുന്ന ആളുകളെല്ലാം കൂടി ഒന്നിച്ചു ചേർന്ന് പുരസ്കാരം വാങ്ങുന്ന ഒരു പരിപാടി ഈ സംസ്ഥാനത്തോ രാജ്യത്തോ നിങ്ങൾക്ക് മറ്റൊന്ന് കാണാൻ കഴിയില്ല. ഇതതിൻ്റെ ഒരു പ്രത്യേകതയാണ്, ഭാരതീയ സമാജത്തിൻ്റെ പ്രത്യേകതയാണ്. രാജ്യത്തെ ബിൽഡപ്പ് ചെയ്യുന്നതിൽ, രാജ്യത്തെ കെട്ടിപ്പടുക്കുന്നതിൽ, രാജ്യത്തെ മുന്നോട്ട് നയിക്കുന്നതിൽ പങ്കുവയ്ക്കുന്ന വ്യക്തികളെ ആദരിക്കുക എന്നുള്ളതാണ്. അവർ കലാകാരന്മാരായാലും സാഹിത്യകാരന്മാരായാലും പാട്ടുകാരായാലും ഏത് തുറകളിൽ പ്രവർത്തിക്കുന്നവരായാലും, കൃഷിക്കാരായാലും കച്ചവടക്കാരായാലും വിദ്യാഭ്യാസ പ്രവർത്തകരായാലും ആരായാലും അവരെല്ലാം അവരുടേതായ നിലയിൽ സമൂഹത്തെ പ്രചോദിപ്പിക്കുന്ന ആളുകളാണ്. നമുക്കറിയാം, ഭാരതം ഇന്ന് ലോകത്തിന് മുന്നിൽ വളരെ വേഗം മുന്നോട്ട് കുതിക്കുന്ന ഒരു കാഴ്ചയാണ് നാം കാണുന്നത്, കേൾക്കുന്നത്. നമ്മുടെ GDP റേറ്റിനെ കുറിച്ചൊക്കെ പല വിധത്തിലുള്ള ക്രിറ്റിസിസം ഉണ്ടെങ്കിൽ ഭാരതം മുന്നോട്ടാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ആ മുന്നോട്ട് പോകുന്ന രാജ്യത്തെ ഇങ്ങനെ മുന്നോട്ട് എത്തിക്കുന്നതിൽ വെറും ഭരണകൂടത്തിനോ രാഷ്ട്രീയ നേതൃത്വത്തിനോ മാത്രമല്ല, നമ്മുടെ രാജ്യത്ത് ജനങ്ങൾക്കും അവർക്ക് അവരുടേതായ പങ്ക് വഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം നാം ഓരോരുത്തരും തിരിച്ചറിയണമെന്നുള്ളതാണ്. സമൂഹത്തിൽ ഇടപെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന വ്യക്തിത്വങ്ങളെ ആദരിക്കുക, അവർ കൂടി ചേർന്നാണ് ഈ ഭാരതത്തെ കെട്ടിപ്പടുക്കുന്നത്. നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ വളരെ ദയനീയമായ സാഹചര്യമായിരുന്നു ഭാരതത്തിൻ്റേത്. അവിടെ നിന്നും ഈ നിലയിലേക്ക് ഭാരതം എത്തിച്ചേർന്നതിൻ്റെ പിന്നിൽ രാജ്യത്ത് ഒരു വളരെ വലിയ സംഭാവന എന്ന് പറയുന്നത് നമ്മുടെ പൗരസമൂഹത്തിൻ്റെതാണ്. ആ പൗരസമൂഹത്തിൽപ്പെട്ട ആളുകളെ കണ്ടെത്തി, ലക്ഷോപലക്ഷം ആളുകളുണ്ട്, അവരെ കണ്ടെത്തി ആദരിക്കുക എന്നുള്ളതാണ് ഭാരതീയ സമാജത്തിൻ്റെ ഈ പ്രോഗ്രാം. അത് ദേശീയ പുരസ്കാരമായി കൊടുത്തുകൊണ്ടാണ് ഈ പരിപാടി നടത്തുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിൽ നാം ചിന്തിക്കുമ്പോൾ ഭൂവിനിയോഗത്തിൻ്റെ കാര്യത്തിൽ ഏറ്റവും മികച്ച രാജ്യങ്ങളിലൊന്നായി നിൽക്കുന്നത് ഇസ്രായേലാണ്, അതുപോലെ ജപ്പാനുമാണ്. ജപ്പാനിലുണ്ടാകുന്ന ഡിസാസ്റ്റർ എന്ന് പറയുന്നത് സങ്കല്പിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള ഡിസാസ്റ്റർ ഉണ്ടാകുന്ന രാജ്യമാണ്. പക്ഷേ ആ ഡിസാസ്റ്ററിനെ നേരിടുവാൻ അവിടുത്തെ പൗരസമൂഹത്തിന് അറിയാം. ഇപ്പോൾ ഇത്രയധികം പ്രശ്നങ്ങളുണ്ടായിട്ടും, ഇസ്രായേലിൽ യുദ്ധമുണ്ടായിട്ടും ലോകത്തിൻ്റെ കമാൻഡിൽ ഇസ്രായേലിനുള്ള സ്വാധീനം കുറയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം അവിടെ സ്വീകരിച്ചിരിക്കുന്ന ലാൻഡ് വിനിയോഗത്തിൻ്റെ, ഭൂവിനിയോഗത്തിൻ്റെ ഒരു സമ്പ്രദായമുണ്ട്. നമ്മുടെ ഇവിടെ നിന്നും കണ്ടെത്തിയ ഒരു വിജ്ഞാനമാണ് അവരുടെ അടിസ്ഥാന വിജ്ഞാനം. 40-40 വർഷം മുമ്പ് ഡോക്ടർ VK വാമദേവൻ എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റ്, F കേഡറിലുള്ള ഒരു സയൻറ്റിസ്റ്റ് കണ്ടെത്തിയ അറിവാണ് ട്രിപ്പ് ഇറിഗേഷൻ എന്ന് പറയുന്ന ഒരു കാര്യം. CWRDM എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, കോഴിക്കോട് കുന്നമംഗലത്തുള്ള സ്ഥാപനമാണ്. അവിടെ സയൻറ്റിസ്റ്റ് F കാറ്റഗറിയിലുള്ള ഒരു സയൻറ്റിസ്റ്റാണ് ഡോക്ടർ VK വാമദേവൻ. അദ്ദേഹം കണ്ടെത്തിയ ഒരു കണ്ടുപിടുത്തമാണ് ട്രിപ്പ് ഇറിഗേഷൻ. തുള്ളി തുള്ളിയായി ചെടികൾക്ക് വെള്ളം അതിൻ്റെ ചുവട്ടിലേക്ക് എത്തുന്ന ഒരു വഴി. അത് കൂടുതൽ ഫലമുളവാക്കുന്ന കൃഷി രീതിയാണ് എന്ന നിലയിലാണ് അദ്ദേഹം ആ പ്രപ്പോസൽ കണ്ടെത്തിയത്. അദ്ദേഹത്തിൻ്റെ ഒരു വളരെ വലിയ കണ്ടുപിടുത്തമായി അദ്ദേഹം അന്ന് എല്ലായിടത്തും കൊണ്ട് നടന്ന് നമ്മുടെ രാഷ്ട്രീയ നേതൃത്വത്തെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു. പക്ഷേ ആരുടെ ഭാഗത്തു നിന്നും അദ്ദേഹത്തിന് വേണ്ട പിന്തുണ കിട്ടിയില്ല എന്ന് മാത്രമല്ല, അദ്ദേഹത്തെ കാണുമ്പോൾ അവഗണിക്കുക കൂടി ചെയ്യുന്ന മാനസികാവസ്ഥയിൽ എത്തിച്ചേർന്നു നമ്മുടെ ഭരണകൂടങ്ങളും ശാസ്ത്ര സമൂഹവും. അദ്ദേഹം വളരെ വേദനയോടുകൂടി നമ്മുടെ നാട് വിടാൻ തീരുമാനിച്ചു. അതെനിക്കിപ്പോഴും ഓർമ്മയുള്ളൊരു ദിവസം. അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നിറഞ്ഞുകൊണ്ടാണ്, തടിച്ച ആളാണ്. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇവിടം വിട്ട് പോവുകയാണ്, ഞാൻ സിംബാബ്വേയിലേക്ക് പോവുകയാണ്.
സിംബാബ്വേയിൽ ഇതിനൊരു അവസരമുണ്ട്. സിംബാബ്വേയിലേക്ക് പോവുകയാണ് പുള്ളി. സിംബാബ്വേയിൽ പോയി. അവിടെ വെച്ചാണ് ഇസ്രായേലുകാരെ അദ്ദേഹം പരിചയപ്പെടുന്നത്. ഇസ്രായേലുകാർ അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുപോയി, ഇസ്രായേലിൻ്റെ ടെക്നോളജിയാക്കി മാറ്റി. ഇപ്പോൾ ലോകം തന്നെ വാഴ്ത്തുന്ന ഇസ്രായേൽ ടെക്നോളജി എന്ന് പറഞ്ഞ് വാഴ്ത്തുന്ന ഒന്നാണ് ട്രിപ്പ് ഇറിഗേഷൻ. നമ്മുടെ കേരളത്തിലെ പഴയ കൃഷിമന്ത്രി, പഴയ മന്ത്രി, വൈദ്യുതി മന്ത്രി കൃഷ്ണൻകുട്ടി, പാലക്കാട് ചിറ്റൂരിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഭൂമിയുണ്ട്. അവിടെ മോഡലായി പലരും കാണാറുണ്ട്. ട്രിപ്പ് ഇറിഗേഷൻ പദ്ധതിയാണ് പുള്ളി നടപ്പിലാക്കിയിരിക്കുന്നത്. അപ്പോൾ പലരും പറയും കൃഷ്ണൻകുട്ടിയുടെ ഭൂമി നമുക്ക് കാണണം, എന്ത് മനോഹരമായിട്ടാണ് കൃഷി ചെയ്യുന്നത്, വെള്ളം ഒരു തുള്ളി പോലും പാഴാക്കാതെ പുള്ളി ആ ഭൂമി വിനിയോഗിച്ചിരിക്കുന്നത്. അത് ഇസ്രായേൽ മോഡലാണ് എന്നാണ്. അപ്പോൾ ഇവിടെ നിന്ന് ആളുകൾ ഇസ്രായേലിലേക്ക് പോയി കാണുന്നു, ഇസ്രായേൽ മോഡൽ കാണുന്നു. ഇവിടെ ഉണ്ടായ സാധനമാണ്. ഞാനത് പറയാനല്ല ഈ പറയുന്ന കാര്യങ്ങൾ. ഈ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്, എക്കോ ലിറ്ററസി എന്ന് പറയുന്നത്, ലാൻഡ് ലിറ്ററസി എന്ന് പറയുന്നത് ഇന്നത്തെ അനിവാര്യമായ ഒരു ആവശ്യമാണ്. നമ്മുടെ ഒരു സുഹൃത്ത് അദ്ദേഹത്തിനുള്ള ചെറിയ ഭൂമി നന്നായി വിനിയോഗിച്ചുകൊണ്ട് കൃഷി ചെയ്തു തുടങ്ങിയപ്പോൾ അത് കൂടുതൽ രംഗങ്ങളിലേക്ക് വ്യാപിപ്പിക്കുവാനും അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കുവാനും അതിൽ നിന്ന് കൂടുതൽ ആളുകൾക്ക് തൊഴിൽ കൊടുക്കുവാനും കഴിയുന്ന നിലയിലേക്ക് പുള്ളി അത് മാറ്റിയെടുത്തു. പഴയ നെയ്യാറ്റിൻകര മുനിസിപ്പൽ ചെയർമാൻ അവിടെ ഇരിപ്പുണ്ട്, ഷിബു. നമുക്കറിയാം ഇന്ത്യ രാജ്യത്ത് ഭൂമിയുടെ ഗുണഭോക്താക്കൾ എന്ന് പറയുന്നത് വെറും 35-40 പേരാണ്. ജപ്പാനിൽ 250-300 പേരാണ്. നമ്മൾ ഈ 35-40 എന്നുള്ളത് റേറ്റ് നേരെ ഇരട്ടിയാക്കിയാൽ ഇന്നത്തെ അൺഎംപ്ലോയ്മെൻറ്റ് പൂർണ്ണമായി പരിഹരിക്കപ്പെടുന്നതായിരിക്കും സംശയമില്ല. കാരണം ലാൻഡ് വിനിയോഗം, നമ്മുടെ സ്വന്തം ഭൂമി നമുക്ക് എങ്ങനെയാണ്, ആ ഭൂമിയുടെ അമ്ലാവസ്ഥ എന്താണ്, ഭൂമിക്ക് എന്തൊക്കെയാണ് വേണ്ടത്, ഭൂമി എങ്ങനെയാണ് വിനിയോഗിക്കപ്പെട്ടിരിക്കുന്നത് നമുക്കറിയില്ല. നമ്മുടെ ഭൂമിയിലുള്ള ജൈവാവസ്ഥ, പ്രകൃതിയെക്കുറിച്ച് നമ്മൾ പഠിക്കുവാൻ നാം തയ്യാറാകുന്നില്ല എന്നതാണ്. പ്രകൃതി പാഠം എന്നത് നമ്മുടെ ഒരു പ്രധാന വിഷയമാണ്. നമ്മെക്കുറിച്ച്, നമ്മുടെ രാജ്യത്തെക്കുറിച്ച്, നമ്മുടെ സമൂഹത്തെക്കുറിച്ച് അറിയുവാൻ നാമും നമ്മുടെ തലമുറയും തയ്യാറായില്ല എങ്കിൽ വരും കാലഘട്ടത്തിൽ ഉണ്ടാകാവുന്ന ത്രട്ടുകൾ, ഉണ്ടാകാവുന്ന ഭീഷണികൾ, പ്രകൃതി നാശപരമായി ഉണ്ടാകാവുന്ന ഭീഷണികൾ വളരെ വലുതാണ്. നാം പരിസ്ഥിതി ദിനത്തിനും വേൾഡ് ഫോറസ്ട്രി ഡേക്കും ഒക്കെ നാം വാദോരാതെ പ്രകൃതി സംരക്ഷണത്തെക്കുറിച്ച് പ്രസംഗിക്കാറുണ്ട്. അതിനപ്പുറമായി നമ്മുടെ നിത്യജീവിതവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് നമുക്ക് നിർവഹിക്കാൻ കഴിയുന്ന ഒരു വളരെ വലിയ കാര്യമാണ് ലാൻഡ് ലിറ്ററസി. അപ്പോൾ നിങ്ങൾ ആലോചിക്കും, ഞങ്ങൾ നൃത്തം ചെയ്യുന്ന ആളുകൾക്ക്, ഞങ്ങൾ നാടകം ചെയ്യുന്ന ആളുകൾക്ക്, ഞങ്ങൾ മിമിക്രി ചെയ്യുന്ന ആളുകൾക്ക്, ഞങ്ങൾ കവികൾക്ക് ഇതിനകത്ത് എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളതിനെക്കുറിച്ച്. എല്ലാവർക്കും ചെയ്യാൻ പറ്റും. ഒരാശയം ഉൾക്കൊണ്ടുകൊണ്ട് അതിനുവേണ്ടി പ്രവർത്തിക്കുവാൻ ഒരു സന്ദേശം 2 പേരിലേക്ക് ഒരു ആശയം കൊടുക്കാൻ പറ്റിയല്ല, അതൊരു വളരെ വലിയ കാര്യമാണ്. 2 പേരിലേക്ക്. ഇപ്പം നാം ഇങ്ങനെ വാദോരാതെ സംസാരിക്കുന്ന ഭൂമിയുടെ താപനില ഉയരും, സഹിക്കാൻ പറ്റാതാകും, അന്റാർട്ടിക്കയിലും ആർട്ടിക്കയിലൊക്കെ കൂടിക്കിടക്കുന്ന മഞ്ഞ് ഉരുകി ഏത് നിമിഷവും നമ്മുടെ കടലുകളിലേക്ക് പതിക്കപ്പെടുന്ന നമ്മുടെ കടലിൻ്റെ നിരപ്പെന്ന് പറയുന്ന 50-100 അടി ഉയർന്നാൽ നമ്മുടെ തീരദേശങ്ങളിൽ കെട്ടിപ്പൊക്കിയ എല്ലാ നഗരങ്ങളും, കേരളമടക്കമുള്ള എല്ലാ പട്ടണങ്ങളും, എല്ലാ പ്രദേശവും വീണ്ടും വെള്ളത്തിനടിയിലാവും എന്നൊക്കെ പറയുന്ന ഒരു വർത്തമാനമുണ്ട്. പശ്ചിമഘട്ട മേഖല, വെസ്റ്റേൺ ഘാട്ട് എന്ന് പറയുന്നത് ഗുജറാത്ത് മുതൽ കന്യാകുമാരി വരെയുള്ള ഒരു ഭൂപ്രദേശമാണ്. പരിസ്ഥിതി ലോല പ്രദേശം ആയിട്ടാണ് കണക്കാക്കുന്നത്. ഈ ഭൂപ്രദേശത്തിൻ്റെ വികസനത്തിന് വേണ്ടി, ഈ ഭൂപ്രദേശത്തിൻ്റെ മാനേജ്മെൻറ്റിന് വേണ്ടി ഏറെ ഗൗരവം കൊടുക്കേണ്ടുന്ന ഒരു കാലമാണിത്. കാരണം ലോകത്തിൻ്റെ പാരിസ്ഥിതിക ഘടന നിയന്ത്രിക്കുന്നതിൽ ഈ വെസ്റ്റേൺ ഘാട്ട്, പശ്ചിമഘട്ട മേഖല വലിയ പങ്കുണ്ട്. ഇത് പറയുമ്പോൾ ഈസ്റ്റേൺ ഘട്ടിന് ഇല്ലെന്നല്ല, കിഴക്കൻ മേഖലയ്ക്കില്ലെന്ന്, അവിടെയുണ്ട്. കേരളത്തിൽ തന്നെ നമുക്കറിയാം, കേരളത്തിലെ സാമൂഹ്യ സാഹചര്യം, കേരളത്തിൽ 44 നദികളാണ്, 41 നദികൾ അറബിക്കടലിൽ പതിക്കുന്നു, 3 നദികൾ ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നു.
ഇത് കേരളത്തിൻ്റെ സവിശേഷതയാണ്. ഒരു നദി പോലും നമുക്ക് വേണ്ട നിലയിൽ സംരക്ഷിക്കപ്പെടാൻ കേരളത്തിൽ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത്. ഒരു നദിയെങ്കിലും സംരക്ഷിക്കപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഒരു നദി. ലോകത്തിൻ്റെ പല രാജ്യങ്ങളിലും പരിഷ്കൃത രാജ്യങ്ങളിലൊക്കെ തന്നെ ഓരോ രാജ്യത്തും ഓരോ നദികൾ എന്ത് മനോഹരമായിട്ടാണ് സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. കേരളത്തിൽ 44 നദികളും 10 കായലുകളുമുണ്ട്. എല്ലാം മലിനമാണ്. ശാസ്താംകോട്ട കായലിലെ വെള്ളം കോരി കുടിക്കാൻ പറ്റുമായിരുന്നു. അത് നമുക്ക് ഈ അടുത്ത കാലം വരെ മറ്റെല്ലാ കായലിലെ വെള്ളം കുടിക്കാൻ പറ്റുമായിരുന്നു. ഇപ്പോൾ നാം കായലിൽ യാത്ര ചെയ്യുമ്പോൾ കായലിലെ വെള്ളത്തിൽ കൈകൊണ്ട് തൊടാൻ ഭയവും മടിയുമാണ് അല്ലേ? കാരണം പറ്റത്തില്ല. കാരണം മുഴുവൻ കായലിലെ വെള്ളവും മലിനമാണ്. ആ ബോട്ടിലൂടെ ഒഴുകിയെത്തുന്ന മാലിന്യങ്ങൾ മുഴുവൻ തന്നെ വെള്ളത്തിലേക്ക് കലർത്തിവിടുന്ന ഒരു ഏറ്റവും പ്രാകൃതമായ ഒരവസ്ഥ ആണ് നമ്മുടെ നാട്ടിൽ തുടരുന്നത്. ഈ വേസ്റ്റ് മാനേജ് ചെയ്യുവാൻ ധാരാളം ബയോ സിസ്റ്റംസ് ഇപ്പോൾ ഉണ്ട്. ഫ്ലൈറ്റിലായാലും ഈ വന്ദേ ഭാരത് പോലുള്ള ട്രെയിനിലായാലും ഒക്കെ തന്നെ വേസ്റ്റ് മാനേജ് ചെയ്യുവാൻ, അതിനെ പ്രോസസ്സ് ചെയ്യുവാൻ കഴിയുന്ന സമ്പ്രദായങ്ങൾ അതൊക്കെ നിയമപരമായി ബോട്ടുകളിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്ന് വ്യവസ്ഥ വെച്ചാൽ, കായലിലേക്ക് മാലിന്യം തള്ളുന്ന വ്യവസ്ഥ നടപ്പിലാക്കിയാൽ നമ്മുടെ കായലുകളിൽ അശാസ്ത്രീയമായി ഓടിക്കുന്ന ബോട്ടുകളുടെ പ്രവർത്തനത്തിൽ വളരെ വലിയ നിയന്ത്രണവും അത് ഏറ്റവും കൂടുതൽ മഹത്തരമായ പ്രവർത്തനമാക്കി മാറ്റാൻ കഴിയും. കേരളത്തിൽ എത്രയധികം കുളങ്ങളാണ് ഉണ്ടായിരുന്നത്. ഈ കുളങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോയില്ലേ? ഈ കുളങ്ങളിലൊക്കെ പണ്ട് തിലോപ്പിയ വളർത്തുമായിരുന്നു. തിലോപ്പിയാണ് പിന്നീട് കരിമീനാണെന്ന് പറയുന്നത്. ഇതിലിപ്പോൾ കരിമീൻ എന്ന് പറഞ്ഞ് തരുന്നത് തിലോപ്പിയാണ്. ഒരു അന്താരാഷ്ട്ര സംഘടനയുണ്ട് തിലോപ്പിയ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. തിലോപ്പിയ ഏറ്റവും വലിയ പ്രോട്ടീൻ കണ്ടലുള്ള മത്സ്യമാണെന്ന് പറയുന്നത്. അത് പ്രചരിപ്പിക്കുന്ന ഒരു അന്താരാഷ്ട്ര പ്രസ്ഥാനമുണ്ട് തിലോപ്പിയ ഫൗണ്ടേഷൻ. ഇപ്പോൾ കേരളത്തിൽ ഇത്രയധികം കുളങ്ങളുള്ള സാഹചര്യത്തിൽ നമ്മുടെ ആവശ്യമായി ഇവിടെ ഈ സുഹൃത്ത് ഈ മത്സ്യകൃഷി ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. പലരും അത്തരത്തിലുള്ള ജോലി നിർവഹണം തദ്ദേശീയമായി നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളുണ്ട്. ഈ കാനഡയിലാണ് ആദ്യം പൂൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെൻറ്റ് ബോർഡ് ഉണ്ടായത്. കുളങ്ങളുടെ സംരക്ഷണത്തെ വ്യാവസായികമായി കണ്ടുകൊണ്ട് അതിനൊരു ഡെവലപ്മെൻറ്റ് ബോർഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ കുളങ്ങളിലെ വെള്ളം നല്ല വെള്ളം ഒരു ഭാഗത്തും മറുഭാഗത്ത് മലിനമായ വെള്ളവും. അപ്പം മറ്റ് വെള്ളത്തിൽ കുളിച്ചിട്ട് മാത്രമേ നല്ല വെള്ളത്തിൽ കുളിക്കാൻ പറ്റൂ. സ്വിമ്മിംഗ് പൂളാണ്. ഓരോ കുളവുമായി ബന്ധപ്പെട്ടുകൊണ്ട് 3-4 പേർ ജോലി ചെയ്യുന്നുണ്ട്. എല്ലാ കുളങ്ങളുടെ ചുറ്റുപാടും തന്നെ വളരെ മനോഹരമായ ഈ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഇരിക്കാനും അവർക്ക് വിശ്രമിക്കാനും ഒക്കെ പറ്റുന്ന ഒരു ഭൂപ്രദേശം വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. നമുക്കൊരു കുളം പോലും ആ വിധത്തിൽ ആക്കിയെടുക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. നമ്മുടെ ഒരു ജല വിനിയോഗത്തെക്കുറിച്ച് ഫിജിയിൽ അവർ GDPയുടെ 35% വരുമാനം വെള്ളം വിറ്റാണ്. ഇവിടെ കേരളത്തിൽ നമുക്ക് വിൽക്കാൻ എന്ത് വെള്ളമുണ്ട്. ഇവിടെ യഥേഷ്ടം വെള്ളമുള്ള രാജ്യമാണ്, പ്രദേശമാണ്, ഭൂമിയാണ്. നമ്മുടെ കേരളത്തിൽ വെള്ളമുള്ളപ്പോൾ നമ്മുടെ അയൽ സംസ്ഥാനങ്ങളിൽ വെള്ളമില്ല. ഈ വെള്ളം വിൽക്കുവാൻ കഴിയുന്നത് സ്റ്റേറ്റിൻ്റെ അഡീഷണൽ വരുമാനം ഉണ്ടാക്കുവാൻ കഴിയുന്ന ഒരു കാര്യമാണ്. നമുക്ക് പെട്രോൾ ലോകം മുഴുവൻ വിറ്റ് പണമുണ്ടാക്കുന്ന മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളെ പോലെ തന്നെ നമുക്ക് നമ്മുടെ നാട്ടിൻ്റെ റവന്യൂ ജനറേഷന് വേണ്ടി ജലം ഉള്ളത് പാഴാക്കാതെ സംരക്ഷിച്ച് വൃത്തിയായി നോക്കി നമുക്ക് പരിപാലിക്കാൻ കഴിഞ്ഞാൽ അത് ഏറ്റവും വലിയ മഹത്തരമായ കാര്യമായി. പക്ഷേ ഇത് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിങ്ങനെ ഇറങ്ങിയാൽ ആരും വളരെ കാര്യമായി എടുക്കത്തില്ല. സാമൂഹ്യ സമ്മർദ്ദം ഉണ്ടാകണം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തകർ, സാമൂഹ്യ പ്രവർത്തകർ, കലാകാരന്മാർ ഒക്കെ തന്നെ ഇത്തരം വിഷയങ്ങൾ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കണം. ആര് കേൾക്കുന്നു എന്നുള്ളതല്ല, എത്ര പേര് കേൾക്കുന്നു എന്നുള്ളതല്ല, നാം നിരന്തരമായി പറഞ്ഞുകൊണ്ടിരുന്നാൽ കേട്ടേ മതിയാകും. കേട്ടില്ലെങ്കിൽ ബുദ്ധിമുട്ടാകും.
കാരണം കേട്ടേ മതിയോ, കാരണം വരും തലമുറയ്ക്ക് വേണ്ടിയാണ്. നമുക്ക് ശുദ്ധജലമില്ല, ശുദ്ധവായുവില്ല. ഡൽഹി പോലുള്ള ഭൂപ്രദേശങ്ങളിലാണെങ്കിൽ പൊടിപടലങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഏത് നിമിഷത്തിലും ഡൽഹി തകരും, കാരണം ഭൂജലം ഉണ്ടാവും. ഡൽഹിയിൽ പകൽ പോലും പരസ്പരം കാണാൻ പറ്റുന്ന നിലയിൽ, ബുദ്ധിമുട്ടുണ്ടാക്കുന്ന നിലയിൽ പൊടിപടലങ്ങൾ കൊണ്ട് അന്തരീക്ഷം നിറഞ്ഞിരിക്കുകയാണ്. പ്ലെയിനിൽ ചെന്നാൽ ലാൻഡ് ചെയ്യാൻ വളരെ വേഗത്തിൽ കഴിയുന്ന ഒരു പോർട്ടായിരുന്നു ഡൽഹി എയർപോർട്ട്. ഇപ്പോൾ വട്ടമിട്ട് പറക്കണം സിഗ്നൽ കിട്ടാൻ. കാരണം ഡൽഹിയിൽ കാലാവസ്ഥ പൊടിപടലം കാരണം ശരിക്ക് പരസ്പരം കാണാൻ പറ്റുന്നില്ല എന്നുള്ളത് കൊണ്ട് ലാൻഡിങ്ങിനുള്ള അവസരം വൈകിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഈ അന്തരീക്ഷത്തിൽ പൊടിപടലങ്ങൾ കൂടിയാൽ ഭൂജലം ഉണ്ടാവുക എന്നുള്ളത് നമ്മുടെ കണ്ടുപിടുത്തമല്ല. മെക്സിക്കോയിൽ ഇതുപോലെ ഈ പട്ടണത്തിൽ വളരെ വലിയ പൊടിപടലങ്ങളുണ്ടായി. അവിടെ വൈകുന്നേരങ്ങളിലും പകൽ സമയങ്ങളിലും ഒരു 10 അടി അകലെ നിൽക്കുന്ന ആളിനെ പോലും നഗ്നമായ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത അവസ്ഥയായി. അപ്പോൾ ആളുകൾ പറഞ്ഞു, ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞു, ലോകത്തോട് പറഞ്ഞു, മെക്സിക്കോ വളരെ അപകടമായ അവസ്ഥയിലാണ്, അവിടെ ഭൂജലം ഉണ്ടാവും ഏത് സമയം. ഈ പറഞ്ഞ ആളുകളെ കളിയാക്കി എല്ലാവരും. എന്താ വിട്ടുതരം പറയുന്നത്, ഭൂജലം ഉണ്ടാവുന്നു മെക്സിക്കോയിലോ. പക്ഷെ നമുക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ട്, നിങ്ങൾ പലർക്കും ഓർമ്മയുണ്ടാവും, കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ മെക്സിക്കോ ഒരു വലിയ ഭൂജലത്തിൽപ്പെട്ട് മെക്സിക്കോ ഭയങ്കരമായി തകർന്നു. അതിന് സമാനമായ അവസ്ഥയിലേക്കാണ് ഡൽഹി നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഡൽഹിയിലും ഈ പൊടിപടലങ്ങൾ കൊണ്ട് നമ്മുടെ ഭൗമാന്തരീക്ഷത്തിന് വളരെ വലിയ മാറ്റം വന്നിരിക്കുകയാണ്. കേരളത്തിലെ കൊച്ചി പോലുള്ള നഗരങ്ങൾ വളരെ അപകടകരമായ നിലയിലേക്ക് നീങ്ങുകയാണ്. ഇത് ഒരു സാമൂഹ്യ അവസ്ഥയാണ്. NH വികസനത്തിൻ്റെ പേരിൽ നമ്മളിപ്പോൾ വ്യാപകമായി മരങ്ങൾ മുറിച്ചു മാറ്റി. ആ മുറിച്ചു മാറ്റിയ കാരണം പറയുന്നുണ്ട്, അക്കേഷ്യ പോലുള്ള മരങ്ങൾ 267 ഇനം അക്കേഷ്യയുണ്ട്. അത് ഏറ്റവും അപകടം കുറഞ്ഞ ഒരു സ്പീഷീസാണ് ഇവിടെ പ്രചരിപ്പിച്ചതും നമ്മുടെ പാതയോരങ്ങളിൽ വെച്ചുപിടിപ്പിച്ചതുമായ അക്കേഷ്യ എന്ന് പറയുന്നത്. അത് ഇറച്ചിക്കോഴി വളർത്തും പോലെ വിറകിന് വേണ്ടിയാണ് അത് വളർത്തിയത്. അന്ന് കൂടുതൽ വിറകാണ് ഉപയോഗിക്കുന്നത്, വീടുകളിൽ ഉപയോഗിക്കുന്ന വിറകായിരുന്നു. ഇന്നത്തെ പോലെ ഗ്യാസ് സാർവത്രികമായതില്ല. അപ്പോൾ വിറകിന് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടിയാണ് അന്ന് ഈ അക്കേഷ്യ പ്രചരിപ്പിച്ചത്. പെട്ടെന്ന് വളരുന്ന സോഫ്റ്റ് ഉണ്ടായിരുന്നു, അത് പെട്ടെന്ന് വളർന്നു. കേരളത്തിലെ നമ്മുടെ റോഡുകളുടെ ഇരുവശവും റെയിൽവേ ലൈനുകളുടെ ഇരുവശവും തരിശായി കിടന്ന ഭൂമിയിലൊക്കെ തന്നെ വളരെ മാസീവായി ഇത് പടർന്നു പിടിച്ചു. അപ്പോൾ ഈ അക്കേഷ്യ നശിപ്പിക്കണം, നാം തിരിച്ചറിയണം. എല്ലാ വിദേശ ചെടികളും, ഏത് വിദേശ ചെടിയായാലും അത് നമ്മുടെ ഈ ഭൂമിയിൽ വന്നിട്ടുണ്ടെങ്കിൽ അതിനൊരു സർട്ടൻ പീരീഡ് കഴിയുമ്പോൾ അത് സ്വാഭാവികമായ നാശം സംഭവിക്കുന്നതാണ്. സ്വാഭാവികമായ നാശം സംഭവിക്കുന്നു. നിങ്ങൾ നിങ്ങളുടെയൊക്കെ വീടുകളിൽ നോക്കണം, പണ്ടുണ്ടായിരുന്ന യൂക്കാലിപ്റ്റസ് ഇപ്പോൾ കാണാനില്ല. പലതും അങ്ങ് നശിച്ചു. കാരണം യൂക്കാലിപ്റ്റസ് ഇവിടെ ഇറക്കുമതി ചെയ്തതാണ്. ഇവിടെ ഇറക്കുമതി ചെയ്യപ്പെട്ട എല്ലാ സ്പീഷീസും തന്നെ നഷ്ടപ്പെട്ടു. ഇവിടെ തനതായ സ്പീഷീസ് മാത്രം നിലനിൽക്കുകയുള്ളൂ. അതൊരു യാഥാർത്ഥ്യമാണ്. ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ പലതും തന്നെ നാം തിരിച്ചറിയണം. വയനാട് ഒന്ന് വന്ന ആളുകൾക്ക് അവിടെ കണിക്കൊന്നയുടെ പേര് വലിയ പ്രശ്നം, കൊന്നയുടെ പേര് കൊന്ന മുറിച്ച് മാറ്റുന്ന ഒരു വലിയ കൊന്ന വെച്ച് ഒഴിപ്പിച്ച് കൊന്ന വളരെ വലിയ അപകടകാരിയായി വളരുകയാണ്. അപ്പോൾ ഇത് കൊന്ന മുറിച്ച് മാറ്റുക എന്നുള്ളത് ഒരു വലിയൊരു സ്വാതന്ത്ര്യ സമരം പോലെ എടുത്തിരിക്കുന്ന ആളുകളുണ്ട്. ഇത് മുറിച്ചു മാറ്റുന്നത് നല്ലത് തന്നെ, പക്ഷെ പകരം ഏതെങ്കിലുമൊക്കെ മരങ്ങൾ വെച്ച് പിടിപ്പിക്കാൻ തയ്യാറാണ്. NHന്റെ വൈഡനിങ്ങിൻ്റെ പേരിൽ കാസർഗോഡ് മുതൽ ഇങ്ങോട്ട് വരെ വൻപിച്ച തോതിലുള്ള മരങ്ങൾ വെട്ടിമാറ്റി. കോൺട്രാക്ടർമാർക്ക് വളരെ വലിയ സന്തോഷം, തടി കോൺട്രാക്ടർമാർക്ക്, ബിസിനസ്സുകാർക്ക് വലിയ സന്തോഷം. വളരെ വലിയ തോതിലാണ് മുറിച്ചു മാറ്റപ്പെട്ടത്. അവരെന്ത് വലിയ ആഹ്ലാദത്തിലാണ് മുറിച്ചുകൊണ്ടുപോയത്. അപ്പോൾ മുറിച്ചു മാറ്റപ്പെട്ടതിന് പകരമായി മറ്റെന്തെങ്കിലും മരങ്ങൾ വെച്ചുപിടിപ്പിക്കാനുള്ള സംവിധാനം നമുക്കുണ്ടായിരുന്നു. നമ്മുടെ പച്ചപ്പ് വീണ്ടെടുക്കുക എന്നുള്ള ലക്ഷ്യത്തിലാണ് പണ്ട് കേരളത്തിൽ സോഷ്യൽ ഫോറസ്റ്റ് പ്രോഗ്രാമിൻ്റെ ഭാഗമായി
വ്യാപകമായി മരങ്ങൾ വെച്ചുപിടിപ്പിക്കപ്പെട്ടത്. പിൽക്കാലത്ത് ആ പച്ചപ്പിൻ്റെ പേരിലാണ് നമുക്കിവിടെ അടിക്കടി ഉണ്ടായിക്കൊണ്ടിരുന്ന വരൾച്ചയും വെള്ളപ്പൊക്കവും ഒരു ബാലൻസ്ഡ് ആയത്. 10-40 വർഷം മുമ്പ് നിരന്തരം വെള്ളപ്പൊക്കവും വരൾച്ചയുമായിരുന്നു. ഇനിയിപ്പോൾ വരാൻ പോകുന്ന മഴ നമുക്ക് കിട്ടേണ്ടുന്ന 50-55% മഴ കുറവായിരുന്നു തവണ. ഇനി വരാൻ പോകണം, മഴ വരും, മഴ മുമ്പിച്ച മഴ വരാൻ പോകണം. ആ മഴ വരുമ്പോൾ നാം നേരിടാൻ പോകുന്ന വെല്ലുവിളികൾ വളരെ വലുതായി. അപ്പം നമ്മുടെ ലാൻഡ് മാനേജ്മെൻറ്റിനെ കുറിച്ച്, നമ്മുടെ ഈ ഭൗതികമായ നമ്മുടെ ജീവിത സാഹചര്യങ്ങളെക്കുറിച്ചുള്ള അവബോധം വളർത്തുവാനുള്ള ഒരു പ്രവർത്തനം കൂടി നമ്മുടെ ആളുകൾ ഏറ്റെടുക്കണം എന്ന് കൂടി പറയാൻ വേണ്ടിയാണ് ഞാൻ ഇത്ര ഇതായിട്ട് നിങ്ങളോട് സംസാരിച്ചത്. വളരെ മഹത്തായ വ്യക്തികൾ, ഇത് ഒമാനിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ആരംഭിച്ച് അവരുടെ പിന്തുണയോട് വിദ്യാഭ്യാസ സ്ഥാപനം വടകരയിൽ ആരംഭിച്ചു എത്രയെങ്കിലും ആളുകൾക്ക് ജീവിത സൗകര്യം ഉണ്ടാക്കിക്കൊടുത്ത ഒരു പ്രമുഖ വ്യക്തി അടക്കം നിരവധി ആളുകൾ ഇന്നിവിടെ ഇരിക്കുകയാണ്. നിങ്ങളെയൊക്കെ കാണുവാനും നിങ്ങളെയൊക്കെ ആദരിക്കുവാനും നിങ്ങളോട് സംസാരിക്കാനും കഴിഞ്ഞതിലുള്ള സന്തോഷം രേഖപ്പെടുത്തുന്നു. എല്ലാവർക്കും ഭാരതീയ സമാജത്തിൻ്റെ ഹൃദ്യമായ അഭിവാദ്യങ്ങൾ നടന്നുകൊണ്ട് നമ്മുടെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ജയ് ജഗത്. അടുത്തായി പുരസ്കാര ഉപഹാര സമർപ്പണമാണ്. ആദ്യമായി ശ്രീ സുരേഷൻ അക്കമടം. प्रकाश प्रास्को, डॉक्टर अभिलाष आर, श्री के शिबू, श्री मुंशी अय्यपन, जगदीश कुमार वी, सादिगन श्री मावेलिकर चंद्रदास, श्री बिनोय कुंजमोन, श्री बिनु कूटिकड़ा, SRK पिल्लै, സംപൂജ്യനായ ബാലേന്ദ്രൻ സാറ്, ഭാരത് സേവക് സമാജത്തിൻ്റെ എല്ലാമായ അദ്ദേഹത്തിനും അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിക്കുന്ന ഇവിടുത്തെ മാഡം, ഓരോരുത്തരുടെയും പ്രവർത്തനം ടെലിഫോണിൽ കൂടെ സംസാരിക്കുമ്പോൾ തന്നെ വളരെയധികം സന്തോഷം തോന്നിയിട്ടുണ്ട്. എനിക്ക് ഏതാണ്ട് 90 വയസ്സായ ആളാണ്. ട്രേഡ് യൂണിയൻ രംഗത്ത് ഒരുപാട് പ്രവർത്തിച്ച, പക്ഷേ ഇതുപോലൊരു അവാർഡ് കിട്ടുമെന്ന്, ഇതുപോലൊരു സദസ്സിൽ ഭാരത് സേവക് സമാജത്തിൻ്റെ പ്രവർത്തന ശൈലി എത്ര കണ്ട് പുകഴ്ത്തിയാലും അതൊരു എക്സാഗ്രേഷൻ അല്ല, യഥാർത്ഥമായിട്ട് ഞാൻ പറയുകയാണ്. ഇതുപോലുള്ളതുണ്ടെങ്കിൽ സമൂഹത്തിൽ അടിത്തട്ടി കിടക്കുന്നവരെ പ്രചോദനം കൊടുത്ത് ഇതൊരു വലിയ സന്തോഷമാണ്. ഞാൻ നിങ്ങളെ, എൻ്റെ സഹോദരി സഹോദരന്മാരെ, നിങ്ങളോട് എല്ലാവരോടും പറഞ്ഞു, ബാലേന്ദ്രൻ സാറിനോട് അങ്ങേയറ്റം കടപ്പെട്ടിരിക്കുന്നു. ഇതുപോലൊരു സന്ദർഭം ഇതിനെനിക്ക് സൗകര്യം ഉണ്ടാക്കി തന്നത്, ഞാൻ 40 വർഷം വടക്കേ ഇന്ത്യ ജോലി ചെയ്ത, ഞാനൊരു കിഡ്നി ഡോണറാണ്. നമ്മളിതേപോലെ സംഭാവന സമൂഹത്തിന് വേണ്ടി ചെയ്യാനുള്ള 30 വർഷം കഴിഞ്ഞു കിഡ്നി കൊടുത്തിട്ട് ഒരു കുഴപ്പമില്ല. നമ്മുടെ സഹോദരങ്ങൾക്ക് സഹായിക്കണമെങ്കിൽ ഇത്തരം സഹായങ്ങൾ ചെയ്യാൻ നിങ്ങൾക്കൊക്കെ മനസ്സുണ്ടാകട്ടെ. ദൈവം തമ്പുരാൻ 2 കിഡ്നി തന്നിട്ടുള്ളത് ഇതുപോലെ മറ്റുള്ളവരെ സേവിക്കുന്നതിനും വേണ്ടി. ആരും പേടിക്കേണ്ട കാര്യമില്ല. ഞാൻ നിങ്ങളോട് പറയുന്നു, എനിക്കിതിനുള്ള സൗകര്യം ഒരുക്കി തന്നത് എൻ്റെ പ്രിയ സുഹൃത്ത്, ഫ്രണ്ട്സ് തരംഗത്തിൻ്റെ പ്രസിഡന്റ് മിഷ ആസാദ് ആശീർവാദാണ്. അദ്ദേഹത്തെ പോലെ ഞാൻ 40 വർഷം വടക്കേ ഇന്ത്യയിൽ ഒരുപാട് തൊഴിലാളിയുടെ കൂടെ പ്രവർത്തിച്ച്, തൊഴിലാളി രംഗത്ത് പ്രവർത്തിച്ചാണെങ്കിൽ ഒരു തൊഴിലാളിയുടെ പുറത്തും ആക്ഷൻ എടുക്കാൻ സമ്മതിച്ചിട്ടില്ല. എക്സ്പ്ലനേഷനോ സസ്പെൻഷനോ ടെർമിനേഷനോ ഒന്നും ഒരു തൊഴിലാളിക്കും കൊടുക്കത്തില്ല. അവരുടെയൊക്കെ ഹ്യൂമാനിറ്റേറിയൻ എന്ത് ശിക്ഷ, എന്ത് പരീക്ഷ തെറ്റ് ചെയ്താലും അവരെ കൺവിൻസ് ചെയ്ത് ഞാൻ അവരെ നല്ല രീതിയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അവരുടെ കുടുംബത്തെ പാലിച്ചിട്ടുണ്ട്. ശമ്പളം വാങ്ങിച്ചാൽ പ്രോഡിക്കലായിട്ട് നടക്കുന്നവരെ, കള്ളുടിച്ച് നടക്കുന്നവരുടെ ശമ്പളം ഞാൻ വാങ്ങിച്ചിട്ട് 10% തൊഴിലാളി കൊടുക്കും, ബാക്കി കുടുംബത്തിന് കൊടുക്കും. അങ്ങനെയൊക്കെ പ്രവർത്തിച്ചാണ് എനിക്ക് ഇതുപോലൊരു സൗകര്യം ഉണ്ടാക്കി തന്നെ. ഇതുപോലൊരു
കേരളത്തിലെ ഒരു പ്രത്യേക പ്രചോദനമാണ്. ഇതൊരു വലിയ അസറ്റാണ് നമ്മുടെയൊക്കെ. ഇതിനു വേണ്ടി പ്രവർത്തിച്ച ബാലേന്ദ്രൻ സാറിനെ ഞാൻ സാദരം പാതാരവന്നങ്ങൾ താമസിക്കുകയാണ്. ഞാൻ ഇതുപോലൊരു അവാർഡ് കിട്ടുമെന്ന് വിചാരിച്ചില്ല. അതിനെനിക്ക് പ്രചോദനം ഉണ്ടാക്കി തന്നത് ആശീർവാദം. അദ്ദേഹത്തോട് പ്രത്യേകം അദ്ദേഹത്തോടും അദ്ദേഹത്തിൻ്റെ കുടുംബത്തോടും കടപ്പെട്ടിരിക്കുന്നു. എല്ലാവരെയും ഒരുപോലെ സഹായിക്കണം എന്നുള്ളൊരു വലിയ മഹാമനസ്കതയുള്ള ആളാണ് ആസാദ് ആശീർവാദ് ഫ്രണ്ട്സ് സംഘത്തിൻ്റെ പ്രസിഡന്റ്. അദ്ദേഹം ഇപ്പോൾ വയോജനങ്ങളുടെ സുരക്ഷിതത്വത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ഇപ്പോഴത്തെ ചീഫ് മിനിസ്റ്റർ മിസ്റ്റർ വി ഡി സതീശൻ്റെ പോർട്ട്ഫോളിയോ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വലിയ മനസ്സിനെ ഞാൻ ആദരിക്കുകയാണ്. ഞാൻ കൊല്ലം ജില്ലാ വയോജന വേദിയുടെ പ്രസിഡൻ്റായിരുന്നു. ഇതുപോലൊരു മനസ്സിന് ആസാദ് ആശീർവാദിന് ബാലേന്ദ്രൻ സാറിനോടൊപ്പം അല്ലെങ്കിൽ തന്നെയും അദ്ദേഹത്തോടൊപ്പം ഈ സമൂഹത്തെ സേവിക്കാനൊരു അവസരം എൻ്റെ ഫ്രണ്ടിനും കൊടുക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ശ്രീ സബീഷ് ജോർജ്, ഡോക്ടർ ഗണേഷ് ബാബു, ശ്രീ എം ചന്ദ്രപ്രകാശ്, ശ്രീ മിഥുൻ സി സേനൻ, ശ്രീ അരുൺ നെട്ടൂരാൻ, ശ്രീ പാലത്തറ കൃഷ്ണകുമാർ, ശ്രീ അരുൺ കുമാർ ആർ, ശ്രീ രാജ്കുമാർ കുടപ്പനക്കുന്ന്, ശ്രീ രാജേഷ് കീച്ചേരി, ശ്രീമതി സുധർമ്മ പ്രഭുകുമാർ കോഴിക്കോട്, ശ്രീമതി സ്മിത കൃഷ്ണാഞ്ജലി, ശ്രീ കെ എസ് രജു കരുനാഗപ്പള്ളി, ശ്രീ പപ്പൻ നരിപ്പറ്റ, ശ്രീമതി സിന്ധു സുരേഷ്, ശ്രീമതി അനിത ദിവോദയം, ശ്രീമതി അംബിക ശിവദായകം, ശ്രീമതി ദീപ സി, ശ്രീ സൂര്യബാബു, ശ്രീമതി ദേവു അശ്വാരൂഢ, ശ്രീ വിൽസൺ ജോസഫ്, ശ്രീമതി ബീന നവദീപം, ശ്രീമതി ഉമൈഫ റഷീദ്, ശ്രീമതി ശാന്തമ്മ ചന്ദ്രദാസ്, ശ്രീ അശോകൻ കെ കെ, ശ്രീ കെ ജി ഓമനക്കുട്ടൻ, ശ്രീ ആർ ഉമേഷ് കുമാർ. ഈ ചടങ്ങിന് നന്ദി പറയുന്നതിനായി ഭാരത സമാജിൻ്റെ അസിസ്റ്റന്റ് ഡയറക്ടർ ശ്രീമതി രഞ്ജിനി പ്രശാന്തിനെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഭാരത് സേവക് സമാജിൻ്റെ ദേശീയ പുരസ്കാര ചടങ്ങാണ് ഇവിടെ നടന്നത്. ഈ ചടങ്ങിന് അധ്യക്ഷ സ്ഥാനം അലങ്കരിച്ച ദേശീയ ചെയർമാൻ BS ബാലേന്ദ്രൻ സാറിനെ എൻ്റെ പേരിലും നിങ്ങളുടെ ഓരോരുത്തരുടെ പേരിലും നന്ദി അറിയിച്ചുകൊള്ളുന്നു. ഇന്ന് ഈ അവാർഡ് സ്വീകരിച്ച എല്ലാ മഹത് വ്യക്തിത്വങ്ങൾക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഇവിടെ ആശംസ അർപ്പിച്ച ശ്രീമതി ജസിന്ത മോറിസ്, ശ്രീ ആസാദ് ആശീർവാദ് സർ, ശ്രീ ഗോപകുമാർ സാറിനും എൻ്റെ പേരിലും നിങ്ങളുടെ ഓരോരുത്തരുടെ പേരിലും നന്ദി അറിയിച്ചുകൊള്ളുന്നു. ഇവിടെ സ്വാഗതം ആശംസിച്ച ദേശീയ ജനറൽ സെക്രട്ടറി ജയ ശ്രീകുമാർ മാഡത്തിനും ദേശീയ ട്രഷറർ മഞ്ജു ശ്രീകണ്ഠൻ മാഡത്തിനും നന്ദി അറിയിക്കുന്നു. ഇതിൻ്റെ കോർഡിനേഷൻ വഹിച്ച ജോയിൻറ്റ് ഡയറക്ടർ ശ്രീമതി സിന്ധു മധു മാഡത്തിനും നിങ്ങളുടെ പേരിലും എൻ്റെ പേരിലും നന്ദി അറിയിച്ചുകൊള്ളുന്നു. ഇവിടെ ഈ ചടങ്ങ് വീക്ഷിക്കാനെത്തിയ എല്ലാവർക്കും ഈ അവസരത്തിൽ നന്ദി അറിയിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. ദേശീയ ഗാനം. जनगणमन अधिनायक जय हे भारत भाग्य विधाता पंजाब सिंध गुजरात मराठा द्राविड उत्कल बंगा विंध्य हिमाचल यमुना गंगा उच्चल जलधि तरंगा
तव शुभ नामे जागे, तव शुभ आशीष मांगे, गाहे तव जय गाथा। जन गण मंगलदायक जय हे भारत भाग्य विधाता। जय हे जय हे जय हे, जय 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 हे।